ഇമോഷൻസ് ഷെയർ ചെയ്യുന്നത് സംബന്ധിച്ച് ഈ 3 കാര്യങ്ങൾ അറിയാതെ പോകരുത്. നമ്പർ 1 എന്ന് പറയുന്നത് ഒരേ ഇഷ്യൂസ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മുടെ ഇമോഷനാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിലും ഒരിക്കൽ പറഞ്ഞ് അത് സോൾവ് ചെയ്യാൻ സാധിച്ചിരിക്കണം. നമ്പർ 2 എന്ന് പറയുന്നത് പാർട്ട്ണറുടെ ഇമോഷണൽ സ്പേസിൽ കടന്നു ചെന്നിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ചിലർക്ക് തനിച്ചിരിക്കുമ്പോഴായിരിക്കും ഇമോഷൻസ് ഒക്കെ ഒന്ന് പ്രോസസ് ആകുന്നത്. എന്നെ ഒന്ന് തനിച്ചു വിടൂ, ഞാൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരാം എന്ന് പറയുന്ന പാർട്ട്ണറുടെ ഇമോഷണൽ സ്പേസിൽ കൂടി നമ്മൾ കടന്നു കയറാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും കംപ്ലൈൻസ് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കില്ല. സ്വയം റെസ്പോൺസിബിലിറ്റി എടുക്കാനോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി ആ ഒരു ഇഷ്യൂയുടെ മേലുണ്ടാകാനോ ഒന്നും നമ്മൾ സമ്മതിക്കില്ല. ജസ്റ്റ് ഓവറായിട്ട് വീണ്ടും വീണ്ടും കംപ്ലൈൻസ് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ മാറ്റാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇമോഷണൽ സപ്പോർട്ടും ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതും ഒക്കെ പ്രോപ്പറായ രീതിയിൽ തന്നെ എല്ലാ ബന്ധത്തിലും നടക്കും കേട്ടോ.